ഹായ് പ്രിയമുള്ളവരെ, മതപരിവർത്തനം സംബന്ധിച്ചിട്ട് ഒരു ന്യൂസ് നമ്മുടെ മാതൃഭൂമിയിൽ കാണുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം. നമ്മുടെ ഇവിടെയൊന്നും അല്ല, രാജസ്ഥാനിൽ. ഇതാണ് ആ ന്യൂസ്. ഞാനൊന്ന് വായിക്കാം. നിർബന്ധിത കൂട്ട മതപരിവർത്തനം നടത്തിയാൽ കുറഞ്ഞത് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും 25 ലക്ഷം രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന മതപരിവർത്തന നിരോധന നിയമ ഭേദഗതി ബില്ലുമായി BJP ഭരിക്കുന്ന രാജസ്ഥാൻ സർക്കാർ. ഓക്കെ, കാര്യം പിടികിട്ടിയിട്ടുണ്ടല്ലോ. ടൈറ്റിൽ ഇതാണ്. ഓക്കെ, ഇനി ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സ്വന്തം ജാതിയിൽ നിന്ന് ആൾക്കാർ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതുപോലുള്ള നിയമങ്ങളൊക്കെ ഓരോ സർക്കാർ കൊണ്ടുവരും. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മതം ഏതായാലും കുഴിയിൽ ചെന്ന് കിടക്കുമ്പോൾ പ്രത്യേകിച്ച് മതമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ബില്ലൊന്നും പ്രത്യേകിച്ച് പാസ്സാക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പോകാനുള്ളതും പോകും ഏതെങ്കിലും വഴിയെ. ജീവിതത്തിൽ അച്ചടക്കമില്ലാത്തവരിങ്ങനെ ഓടിക്കളിക്കും. ഈ മതത്തിൽ നിന്ന് ആ മതത്തിലോട്ട്, ആ മതത്തിൽ നിന്ന് ഈ മതത്തിലോട്ടും ഇങ്ങനെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും. ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം പാഴാക്കുകയാണ്. ജീവിക്കുമ്പോൾ വൃത്തിയായി ഭംഗിയായി ആർക്കും ദ്രോഹം ഉണ്ടാക്കാതെ ജീവിക്കുക. മതത്തിലൊന്നും ഒരു കാര്യവുമില്ല. ഈ മതം പറഞ്ഞ് നടക്കുന്നവരൊക്കെ വെറും പൊട്ടന്മാരാണ്. എന്താ പറയണ്ടേ, പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരേക്കാൾ മന്ദബുദ്ധി എന്ന് പറയാം. ജന്മം കൊണ്ട് മന്ദബുദ്ധി അല്ലെങ്കിലും കർമ്മം കൊണ്ട് മന്ദബുദ്ധികൾ എന്ന് അവരെ വിളിക്കാം. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ആരും യോജിക്കണമെന്നൊന്നുമില്ല. യോജിച്ചില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല.